afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Okay. Usha. Good afternoon, Martin. Martin ഒന്നും കാണാറും കൂടി ഇല്ലല്ലോ. ബസ്സിൽ കയറാറുണ്ടോ? ഉണ്ടേ. ലീവ് ആക്കിയിട്ടില്ല. ഞാൻ വെറുതെ ചോദിച്ചേട്ടാ, ഞാൻ കാണാറുണ്ട് തന്നെ. ഗുഡ് ആഫ്റ്റർനൂൺ ജസ്ന. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എന്താണ് ഗീക്കാരെ ഇതിൽ വന്നേക്കണെന്ന്. നിങ്ങൾ ഒരുമിച്ചായ കാര്യം മറന്നു കേട്ടാ. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് പരിപാടിയിലായിരുന്നു, അതാണ് കേറാൻ ലേറ്റ് ആയത് കേട്ടോ. നമ്മള് പുതിയ ചാപ്റ്റർ ആണ് ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. കേട്ടോ, ഒരു മിനിറ്റ്. ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഒന്ന് നോക്കട്ടോ, ഇപ്പൊ വരാം. സർപ്രൈസിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പരിപാടികളാണ്. നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിക്കും. ഇപ്പൊ തന്നെ വരാം കേട്ടോ, ഇപ്പൊ തന്നെ വരാം. Yes. Chapter 19, Laundry and Linen Services. Okay. Introduction വായിച്ചു നോക്കിയായിരുന്നോ? എന്തായിരിക്കും ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുമ്പോ? ക്ലീനിങ്. എന്ത് ക്ലീനിങ്?
ക്ലോത്ത്സ് ക്ലീനിങ് അല്ലെ? ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ക്ലീനിങ്ങിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലെ? എങ്ങനെയാണ് അവിടുത്തെ ലൗണ്ടറി സർവീസസ് വർക്ക് ചെയ്യുന്നത്? യൂണിഫോംസ്, ഡോക്ടേഴ്സിന്റെ കോട്ട്സ്, ബെഡ് കവേഴ്സ്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ക്ലോത്ത്സുകളും എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, അതിന്റെ സർവീസസ് എങ്ങനെയാണ്? ഓക്കെ, യെസ്, ഇൻട്രൊഡക്ഷൻ നോക്കാം. In the present day hospitals, laundry and linen services are one of the most important supportive services. Hospital ഏറ്റവും supportive services ആണ് എന്ത്? linen service, linen and laundry services എന്ന് പറയുന്നത്. Laundry department and hospitals are responsible for maintaining neatness of linens, staff uniforms, lab coats, and tailoring services to meet the needs of patients and staff. The hospital laundry with the linen, which got stained from various blood fluids, blood, urine, feces, etc. Okay, നമുക്ക് നോക്കാം എന്താണ് laundry department and hospitals are responsible for. അപ്പൊ laundry department എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? പ്രധാനമായിട്ടും അതായത് രോഗികളുടെയും ജീവനക്കാരുടെയൊക്കെ അവരുടെ യൂണിഫോംസ്, അവരുടെ ക്ലോത്തിങ് എന്താണ് വാഷിംഗ് ചെയ്യുന്ന ഒരു പർപ്പസ് ആണ് എന്താ ലൗണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു വരുന്നത് അല്ലെ? കംപ്ലീറ്റ് നീറ്റ്നെസ് ആണ് അല്ലെ? അപ്പോ മെയിൻറ്റൈനിങ് ദി നീറ്റ്നെസ് ഓഫ് ലൈൻസ്, സ്റ്റാഫ് യൂണിഫോംസ്, ലാബ് കോട്ട്സ് ആൻഡ് ടൈലറിംഗ് സർവീസസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ് അല്ലെ? സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെ ഒക്കെ ക്ലോത്ത്സ് മെയിൻറ്റെയിനിങ് ചെയ്യുക, അവരുടെ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ആ ഒരു ഡ്യൂട്ടി, ആ ഒരു സർവീസസ് ആണ് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. The hospital laundry with linen which got stained from various blood fluids, blood, urine, body fluids, blood, urine, feces, etc. This type of linen need to be cleansed and serviced before they are being put into the washing machine, as they are carefully and delicately handled. അപ്പൊ പ്രധാനമായിട്ട് ഈ ഡ്രസ്സസ് ഒക്കെ, ഈ ക്ലോത്ത് വാഷ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? അതിൽ എത്തരത്തിലുള്ള അംശങ്ങളാണ് പറ്റിപ്പിടിക്കുന്നത്? എങ്ങനെയാണ് ആ ഡ്രസ്സുകൾ മോശമാവുന്നത്? വേരിയസ് ടൈപ്സ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ്, യൂറിൻ, ഫീസസ് തുടങ്ങിയവയുടെ ഉപയോഗം പോലെ അല്ലെ? അവയുടെയൊക്കെ അംശങ്ങളായിരിക്കും ആ ഡ്രസ്സസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വെൽഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് സെക്ഷൻ തന്നെ ആവശ്യമാണ് അല്ലെ? നല്ല രീതിയിൽ അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ അത് കെയർഫുൾ ആയി ഹാൻഡിൽ ചെയ്ത് അത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ യൂറിനോ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ നീക്കം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അത് വാഷിംഗ് മെഷീൻസിലേക്ക് ഇടേണ്ടത്. ഓക്കെ, ദെൻ അതിനുശേഷം അതായത് ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ മാറ്റി നീക്കം ചെയ്യണം. അതിനുശേഷം ആയിരിക്കണം അത് ആ ഒരു സർവീസസ്, ആ ഒരു ഡ്രസ്സ് എന്തായാലും ക്ലോത്ത്സ് എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീൻസിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? മറ്റ് ക്ലോത്ത്സിലൊക്കെ അത് പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കളയുന്നത്. ഓക്കെ, ദെൻ റിയലബിൾ ലൗണ്ടറി സർവീസസ് ഈസ് ദ സ്പ്രെഡ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് റിയലബിൾ ലൗണ്ടറി സർവീസസ് is of the greatest importance to the hospital. അപ്പൊ ഇതെന്താണ്? ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകം തന്നെ സർവീസസ് ആണ്. എന്താ? ലിനൻ സർവീസസ് എന്നാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് സപ്പോർട്ട് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ലിനൻ സർവീസസ് അല്ലെങ്കിൽ ലൗണ്ടറി സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് അണുവ്യക്തമായിട്ടുള്ള ഒരു ക്ലോത്തിങ് വെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? പേഷ്യൻസിന്റെയൊക്കെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ത്? ഇത്തരത്തില് ഒരു നല്ല രീതിയിലുള്ള ക്ലീനിങ് സെക്ഷൻ അല്ലെങ്കിൽ ക്ലീനിങ് സർവീസസ് അവിടെ ഹോസ്പിറ്റലില് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് വീണ്ടും പറയണ്ടല്ലോ. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സപ്പോർട്ടീവ് സർവീസസ് ഏതാണ്? ലൗണ്ടറി സർവീസസ് ആണ് കേട്ടോ. ഓക്കെ, the linen and laundry services should provide safe, clean,
ample and timely supply of linen to user units of a hospital at right time, right place, right quantity and right price. പിന്നെന്താ പറയുന്നത്? The linen and laundry services provide. ഏത് രീതിയിലുള്ള ഒരു സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയുള്ളതാണ്? സേഫ് ആൻഡ് ക്ലീൻ അല്ലെ, അതായത് വൃത്തിയുള്ളതും അതുപോലെ തന്നെ എന്താണ് ആംപിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപിൾ 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 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം എന്നുള്ള മീനിങ് കേട്ടോ. അതായത് പ്രൊവൈഡ് സേഫ് ക്ലീൻ ആംപിൾ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് ലിനൻ ടു യൂസർ യൂണിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ അറ്റ് റൈറ്റ് ടൈം. അല്ലെ, വൃത്തിയുള്ളതും വളരെ സേഫ് ആയിട്ടുള്ള പ്രോസസ്സിൽ ടൈംലി അത് സപ്ലൈ ചെയ്ത് അല്ലെ കൃത്യമായ ഒരു ടൈമിൽ അത് എല്ലാ യൂണിറ്റ്സിലേക്കും കറക്റ്റ് ടൈമിലായിരിക്കും, റൈറ്റ് പ്ലേസിൽ കറക്റ്റ് ടൈമില് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ കൃത്യമായ അളവില് കൃത്യമായ പ്രൈസില് കൃത്യമായ ടൈമിലായിരിക്കും അത് കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുന്നു, ഏതൊക്കെ യൂണിറ്റ്സിനാണ് അതിന് ആവശ്യമായിട്ടുള്ളത് ആ യൂണിറ്റിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യും. ഏതൊക്കെ ക്ലോത്ത്സുകളാണ് ആവശ്യമായിട്ട് വരുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, യെസ്. കേൾക്കാമോ? യെസ്. Then third point നോക്കാം. This term is used to denote clothing items. It consists of all textiles used in hospitals, which include mattress, bed cover, bed sheets, towel, blankets, screen, curtain, doctor coat, table cover, etc. അതായത് ഈ ക്ലോത്തിങ് ഐറ്റംസ്, ഹോസ്പിറ്റലിലെ ക്ലോത്തിങ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? മാട്രസുകള്, ബെഡ് കവർ, എല്ലാവരും ടൈപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ. മാട്രസ്, ബെഡ് കവേഴ്സ്, ബെഡ് ഷീറ്റ്സ്, ടവല്, കേർട്ടൺ, ഡോക്ടർ കോട്ട്സുകള്, ടേബിൾ കവർ എക്സെട്ര. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ക്ലോത്തിങ് ഐറ്റംസിൽ വരുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് കേട്ടോ ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത്. ഓക്കെ, ഇവിടെ സ്ക്രീൻ എന്ന് ഉദ്ദേശിക്കുന്ന കേർട്ടൺ തന്നെയാണ്. ഹോസ്പിറ്റലിൽ നമ്മള് ഇങ്ങനെ ഒരു വലിയ സ്ക്രീൻ പോലെ കണ്ടിട്ടില്ലേ, കേർട്ടൺ സ്ക്രീനുകള് നല്ല നീറ്റം ഉണ്ടായിട്ട് അതിന്റെ ഇമേജസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ ഇങ്ങനെ ക്ലോത്ത് കൊണ്ടുള്ളതായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കർട്ടൻസ്, ഡോക്ടർ കോട്ടുകൾ, ടേബിൾ കവേഴ്സ്, ബെഡ് ഷീറ്റ്സുകൾ, അത്രയാണ് എന്തിൽ വരുന്നത്? ക്ലോത്തിങ് ഐറ്റംസിൽ ഉൾപ്പെടുന്നത്.
The most preferred as and frequently used material is cotton as it is lower priced and more comfortable. എന്താണ് പറയുന്നത്? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്? മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് കോട്ടൺ അല്ലെ? കോട്ടൺ മെറ്റീരിയൽസ് ആണ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ലോവർ പ്രൈസുമാണ്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് അത് ഉപയോഗിക്കാനായിട്ട് അല്ലെ? മറ്റ് തരത്തിലുള്ള മറ്റ് ഇറിറ്റേഷൻസോ മറ്റ് അലർജീസോ ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ഡ്രസ് ആണ് എന്തായാലും ക്ലോത്ത് ആണെന്ത് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും അല്ലെ കോട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. യെസ്, അതുകൊണ്ട് തന്നെയാണ് അവിടെ കോട്ടൺ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. Hospital laundry services all the linen material from different areas such as ward, OT, OPD and office area where they are undergo the process of sorting, washing, extracting, drying, ironing, folding, mending and delivery. In the case of linen, special care should be taken. എന്താണ് ഈ പോയിന്റിൽ പറയുന്നത്? ലിനൻ മെറ്റീരിയൽസ് ഒക്കെ ഏത് ഏരിയാസിലാണ് പ്രധാനമായിട്ടും ആവശ്യമായി വരുന്നത്? ഏത് ഏരിയാസിലാണ് ആവശ്യമായി വരുന്നത്? OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ് അല്ലെ? പിന്നെ OPD എന്താണ്? OPD എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. Okay. These areas for the undergo the process of sorting. അപ്പോൾ പ്രധാനമായിട്ട് ഇത്തരം ഏരിയാസിലാണ് എന്താ ഇത്തരം മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നത് അല്ലെ? കുറച്ച് ഏരിയാസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. പല ഡിപ്പാർട്ട്മെന്റ്സിലും പല രീതിയിലുള്ള ക്ലോത്ത്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പേരുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയുള്ള ഒരു പ്രോസസ് ആണ്? ഈ ക്ലോത്ത്സുകൾ എങ്ങനെയാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്? വാഷ് ചെയ്യുന്ന മുമ്പായിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? ആദ്യം സോർട്ട് ചെയ്യുന്നത് അല്ലെ? സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് തരംതിരിക്കുക അല്ലെ? അങ്ങനെ തരംതിരിക്കുന്നു. ഏതൊക്കെ ഡ്രസ്സുകളാണ് ഇപ്പൊ കട്ടി കൂടിയത്, കട്ടി കുറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി ഫ്രൂട്ട്സ്, ബ്ലഡ് ഒക്കെ ആയത്, അതൊക്കെ സെപ്പറേറ്റഡ് ആക്കും അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതൊന്ന് വാഷ് ചെയ്യുന്നു അല്ലെ? പിന്നെന്താണ്? എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രാക്ടിങ് അത് സെപ്പറേറ്റഡ് ആയിട്ട് പിന്നെയും വേർതിരിക്കുന്നു അല്ലെ? വാഷ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? പിന്നീട് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു, വേർതിരിച്ചെടുക്കുന്നു. പിന്നീട് എന്ത് ചെയ്യും? അത് ഉണക്കുന്നു, ഡ്രൈ ചെയ്യുന്നു, ദെൻ അയൺ ചെയ്യുന്നു. ലാബ് കോട്ട്സ്, ഡോക്ടേഴ്സിന്റെ കോട്ട്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്? അത്തരത്തില് അങ്ങനെയുള്ള ഡ്രസ്സുകൾ എന്താണ്? അത് അയൺ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് എന്താണ്? ഫോൾഡിങ് മടക്കി വെക്കുന്നു, കൃത്യമായിട്ട് മടക്കി വെക്കുന്നു. വിളവുകളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്യുന്നു. മെൻഡിങ് ചെയ്യുന്നു. മെൻഡിങ് എന്താണ്? അതൊന്ന് മെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നന്നാക്കുന്നു. കുറച്ചും കൂടി അത് ഡെലിവറിക്ക് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യാണ് അല്ലെ? നന്നാക്കി വെക്കുന്നു, ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത്തരം ക്ലോത്ത്സുകൾ ഡെലിവർ ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ in the case of linen, special care should be taken. അപ്പൊ ലിനന്റെ കേസസിൽ എന്താണ്? അത്തരത്തിൽ ലിനൻ ക്ലോത്ത്സുകളൊക്കെ എന്താണ്? പ്രത്യേക ശ്രദ്ധ കൊടുത്തായിരിക്കണം അത്തരത്തില് ഡ്രസ്സുകൾ ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത് ഡ്രസ്സുകള്? ഏതൊക്കെ ഏരിയാസിലാണ്? വാർഡ്, OT, OPD ആൻഡ് ഓഫീസ് ഏരിയ. അണ്ടർലൈൻ ചെയ്യണേ. വാർഡ്, OT, OPD ആൻഡ് ഓഫീസ് ഏരിയ where they undergo the process of. ആ പ്രോസസ്സ് അണ്ടർലൈൻ ചെയ്യണം. ക്ലോത്ത് വാഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അണ്ടർലൈൻ ചെയ്യുക. എങ്ങനെയാണ്? സോർട്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, ഡ്രൈയിങ്, അയണിങ്, ഫോൾഡിങ്, മെൻഡിങ് ആൻഡ് ഡെലിവറി. ഓക്കെ, ഇങ്ങനെയാണ് മിക്ക ഹോസ്പിറ്റൽസിലും ക്ലോത്ത്സ് ഡെലിവർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, yes,
ഇപ്പൊ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താണ് ഏറ്റവും ഹോസ്പിറ്റൽ ഏറ്റവും സപ്പോർട്ടീവ് സർവീസസ് ഏതാണ്? എന്ത് സർവീസസ് ആണ്? ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ആണ്. ഓക്കെ, യെസ്. പിന്നെ മെയിൻ ക്ലോത്ത്സുകൾ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഹോസ്പിറ്റൽ ക്ലോത്ത്സുകൾ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ധാരാളോ? എന്ത് പറ്റി, ശ്രീലക്ഷ്മി കളിയാക്കിയതാണോ? രേഷ്മ ശ്രീലക്ഷ്മിയൊക്കെ കളിയാക്കിയതാണോ? അല്ല മിസ്സേ. ആംബ്ലിംഗ് സ്റ്റുഡന്റ് ആരാണ് കേട്ടോ? ഓക്കെ, മീനിങ് ചോദിച്ചതാണ്, എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, യെസ്. നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ലൗണ്ടറി ലിനൻ സർവീസസിലുള്ളത്? The purpose of this department is provide adequate clean material to the patients and personnel while ensuring that hygiene conditions are maintained in the process. അല്ലെ, ഈ പ്രധാന ഒബ്ജക്റ്റീവ് നമുക്ക് അറിയാലോ, അത് എവിടെ എഴുതി വെക്കാതെ നമുക്ക് മനസ്സിലാവും അല്ലെ, എന്തിനാണ് ഒരു ലൗണ്ടറി സർവീസസ് പ്രൊവൈഡ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്ലീൻ മെറ്റീരിയൽസുകള് പേഷ്യൻസിനും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും അല്ലെ, അതായത് പല ഹൈജീനിക് കണ്ടീഷൻസിൽ അല്ലെ, ഹൈജീനിക് ആയിട്ട് വൃത്തിയുള്ള വസ്ത്രങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ലൗണ്ടറി ലിനൻ സർവീസസിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഹൈജീനിക് കണ്ടീഷൻസിലുള്ള ഡ്രസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ, എൻഷുറിംഗ് ദാറ്റ് ഹൈജീൻ കണ്ടീഷൻസ് അല്ലെ, അത് ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം എന്ത് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം എന്ത് അത്തരത്തിലുള്ള മെറ്റീരിയൽസുകൾ പേഷ്യൻസിനും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. വളരെയധികം വൃത്തിയുള്ളതായിരിക്കണം. അത് തന്നെയാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി the main objective of the department are the following. ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഇവിടെ മൂന്നെണ്ണം പറയുന്നുണ്ട്. എന്താണ്? To retain a comfortable and safe environment for the patients, staff and visitors. എന്താണ്? To retain a comfortable and safe environment for patients, staff and visitors. എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത്? രോഗികൾക്കും ജീവനക്കാർക്കും ഒരേപോലെ, അതുപോലെ തന്നെ സന്ദർശകർക്കും എങ്ങനെയാണ് സുഖകരവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ക്ലോത്ത്സ്, നല്ല രീതിയിലുള്ള ക്ലോത്ത്സുകളായിരിക്കണം അവിടെ ഉണ്ടാവുക അല്ലെ. ക്ലോത്ത്സ് ഉദ്ദേശിക്കുന്ന ഡ്രസ്സുകൾ മാത്രമല്ല അല്ലെ, മറ്റ് ബെഡ് കവേഴ്സ്, കർട്ടൻസ്, അതുപോലെ തന്നെ മറ്റ് എല്ലാ ക്ലോത്ത്സുകളും അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ക്ലോത്ത്സും അവിടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കണം? സേഫ് ആയിരിക്കണം, വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കണം. ഓക്കെ, ആർക്കൊക്കെ? പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒരേപോലെ തന്നെ കംഫർട്ടബിൾ ആയിരിക്കണം. ഓക്കെ, to provide constant supply of qualitative linen to various record areas like IP, operation theaters, OPD and other areas. ഇനി കോൺസ്റ്റന്റ് സപ്ലൈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻസ് എവിടെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഏരിയാസിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഏരിയാസിലാണ്? IP, inpatient department, operation theaters, then OPD, other areas. അവിടെയൊക്കെ പ്രത്യേകം ക്വാളിറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ ആയിരിക്കണം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. യെസ്. Then മൂന്നാമത്തെ എന്താണ്? കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റിട്ടൈൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. Control hospital infection and retain quality of care. To control hospital infections and retain the quality of care എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുക അല്ലെ, അതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് ഇൻഫെക്ഷൻസുകൾ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. അപ്പൊ ഈ 3 ഒബ്ജക്റ്റീവ്സ് ആണ് എന്ത് ലൗണ്ടറി സർവീസസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് എന്താണ് പറയുന്നത്? ടു റിറ്റെയിൻ a comfortable and safe environment for the patients, staff and visitors. രോഗികൾക്കും ജീവനക്കാർക്കും സന്ദർശകർക്കും എന്താണ് ഒരേപോലെ സേഫും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ എന്താണ്? ടു പ്രൊവൈഡ് constant supply of qualitative linen to various required areas like IP, operation theaters, OPD and other areas. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലോത്ത്സുകളുടെ സപ്ലൈ എവിടേക്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്? IP-ല്, operation theaters, OPD and other areas-ലേക്ക് കൊടുക്കുക. പിന്നെ to control hospital infections and retain the quality of care. ആശുപത്രിയിലെ ഇൻഫെക്ഷൻസ് നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ എന്താണ് പരിചരണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതാണ് ലോണ്ടറി സർവീസസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പ്രധാനമായും ഇതിന് 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. യെസ്, അടുത്തത് some of the main functions of the laundry services are the following. laundry servicesന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. To collect, receive soiled and infected linen from different places. First objective എന്താണ്? To collect, receive soiled and infected linen from different places. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? കളക്ട് ചെയ്യണം അല്ലെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സുകൾ അല്ലെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അതായത് സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള വസ്തുക്കൾ ക്ലോത്ത്സുകൾ എന്താണ് ആദ്യം കളക്ട് ചെയ്യേണ്ടത്. ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസസിൽ നിന്ന് ക്ലോത്ത് കളക്ട് ചെയ്യുക, ശേഖരിക്കുക. പിന്നെ to process the soiled line, which include sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. ഓക്കെ, പിന്നെന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് പ്രോസസ് എന്താണ്? ഈ സോയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ എന്ത് ചെയ്യപ്പെടുന്നു? ടോപ്പ് ചെയ്യുന്നു അല്ലെ, വേർതിരിച്ചെടുക്കുന്നു. ദെൻ സ്ലൂസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകുക എന്നുള്ളത് വാഷിങ്ങിന്റെ മറ്റൊരു മീനിങ് ആണ് കേട്ടോ. സ്ലൂസിംഗ് എന്ന് പറയുന്നത് കഴുകുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. കഴുകുക, വാഷിംഗ്. ദെൻ ഡിസിൻഫെക്ട് ചെയ്യുന്നതാണ്, വിമുക്തമാക്കുന്നു. പിന്നെ എന്താണ്? എക്സ്ട്രാക്ട് ചെയ്യുന്നു, അത് വേർതിരിച്ചെടുക്കുന്നു. ദെൻ കണ്ടീഷനിങ് ചെയ്യുന്നു. ദെൻ അയേണിങ്, പ്രസ്സിംഗ് എന്താണ്? കണ്ടീഷനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ സ്ഥാനത്താണ് വെക്കേണ്ടത്? എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം അത് അതിന്റെ സ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് വെക്കുന്നു. അയൺ ചെയ്യുന്നു. അയൺ ചെയ്ത സാധനങ്ങൾ എന്താണ്? ക്ലോത്ത്സുകൾ പ്രസ് ചെയ്ത് അമർത്തി ഓരോന്നിന്റെ മേഖലയിലായിട്ട് വെക്കുന്നു. പിന്നെ എന്താണ്? ഫോൾഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ എന്താണ്? ഫോൾഡ് ചെയ്യുന്നു. യെസ്, മടക്കി വെക്കും. Third process എന്താണ്? To inspect and repair damaged materials and replace them. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? To inspect and repair damaged materials. ഡാമേജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയതിനു ശേഷം എന്താണ്? റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയൽസിൽ ഉണ്ടെങ്കിൽ അതെന്താണ്? റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ മെറ്റീരിയൽസ് ഉദ്ദേശിക്കുന്ന ക്ലോത്ത് ആണ് കേട്ടോ.
to inspect and repair damaged materials and replace them. Then to distribute clean linen to the respective user department as needed. To distribute clean linen to the respective user department as needed. അതിനുശേഷം എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? To distribute clean linen to the respective user departments. ഈ ക്ലീൻ ചെയ്തിട്ടുള്ള എല്ലാ ക്ലോത്ത് മെറ്റീരിയൽസും ഇനി ആവശ്യമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്ത് ചെയ്യും? വിതരണം ചെയ്യപ്പെടുന്നു, അല്ലെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. Then, okay. To maintain and control the inventories and processed linen. To maintain and control the inventories and processed linen. എന്താണ് ഫിഫ്ത്ത് പോയിന്റിലെ ഫിഫ്ത്ത് പ്രോസസ് എന്താണ്? To maintain and control the inventories and processed linen. Different departments കൊടുത്തതിന് ശേഷം പിന്നെയുള്ള സ്റ്റെപ്പ് എന്താണ്? അതായത് ക്ലീൻ ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് മെറ്റീരിയൽസ് അല്ലേ, അതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഇൻവെന്ററീസ് ഉണ്ടായിരിക്കും, അല്ലെ? അതെന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? ടു മെയിൻറ്റെയിൻ ചെയ്യും. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ് ലൈൻ. അതായത് ഇതൊക്കെ ഓരോന്നും വിതരണം ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം ഇൻവെന്ററീസ് ഉണ്ടാവും, ഒരു വിവര പട്ടിക ഉണ്ടായിരിക്കും, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും ഓരോന്ന് വിതരണം ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വിവര പട്ടിക ഉണ്ട്, ഇൻവെന്ററി ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയുന്നത്. പിന്നീട് ആവശ്യം വരുന്ന സമയത്തായിരിക്കും ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ടായിരിക്കും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വേറെ ക്ലോത്ത്സുകൾ ആവശ്യമായി വരുന്നുണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് അത് സെർവ് ചെയ്യുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. Then retain different type of registers in the department. പിന്നെന്താണ്? Retain different types of registers in the department. Laundry and linen services എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ ക്ലോത്ത്സ് ഏതൊക്കെയാണ്, ഇപ്പൊ വെട്ടാൻ എത്ര, ബെഡ്ഷീറ്റ്സ് എത്രയാണ്, കോട്ടൺ എത്രയാണ്, കോട്ട് എത്രയാണ്, അങ്ങനെ അങ്ങനെ പല രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അത് വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ എന്തായിരിക്കും? പല രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതെന്താണ്? അപ്പൊ അതൊക്കെ സൂക്ഷിക്കുക. അതൊക്കെയാണ് പ്രധാനമായിട്ടും ലോണ്ടറി സർവീസസിലെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓരോന്നിനും പ്രത്യേക രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. The responsibility of the department is to manage technical functions, determine of the type of linen to be purchased, the quantity of materials in stock, etc. Requirements for linen vary in various areas and linen vary. ഇവിടെ BERY എന്നാണ് കേട്ടോ. Vary in various areas, and the hospital needs to provide sufficient quantity of linen for circulation as well as a rest period in storage. Okay, അപ്പോൾ ഹോസ്പിറ്റലിലെ പ്രധാന ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? To manage technical functions, determine the type of linen to be purchased and quality of the materials in stock. അല്ലെ, പ്രധാനമായിട്ട് എന്താണ്? നല്ല ക്വാളിറ്റി മെറ്റീരിയൽസുകൾ സ്റ്റോക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നല്ല ഫങ്ഷൻസ്, അല്ലെ നല്ല പ്രവർത്തനം അവിടെ കൊടുക്കാൻ സാധിക്കുള്ളൂ. നല്ല മെറ്റീരിയൽസുകൾ സെലക്ട് ചെയ്യുക, നല്ല മെറ്റീരിയൽസുകൾ പർച്ചേസ് ചെയ്തതിനു ശേഷം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം ആ മെറ്റീരിയൽസിന്, അല്ലെ? ആ ക്വാളിറ്റി മെറ്റീരിയൽസിൽ എന്ത് ചെയ്യണം? സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ദെൻ ആവശ്യാനുസരണം എന്താണ്? വേരിയസ് ഏരിയാസിലേക്ക് അത് എന്ത് ചെയ്യുന്നു? ഡെലിവർ ചെയ്യപ്പെടുന്നു. ഓക്കെ. And the hospital need to provide sufficient quantity of linen for circulation as well as rest period on a storage. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു സഫിഷ്യന്റ് ക്വാണ്ടിറ്റി, അല്ലെ? ധാരാളം ക്വാണ്ടിറ്റി എന്തായാലും ആവശ്യമായിട്ട് വരും മെറ്റീരിയൽസുകൾ, അല്ലെ? ഒന്നോ രണ്ടോ മെറ്റീരിയൽസിലല്ല ഒതുങ്ങുന്നത്, അല്ലെ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പൊ
ആ ലിനന്റെ അല്ലെങ്കിൽ ആ ക്ലോത്ത്സിന്റെ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വരും. ഒരു ഫസ്റ്റ് പീരീഡിലെ ഒരുപാട് ലിനൻസുകൾ ആവശ്യമായി വന്നേക്കാം. അപ്പൊ മതിയായ അളവിൽ എന്താണ് ലിനൻസ് ഒരു ഹോസ്പിറ്റലില് ആവശ്യമാണ്. അപ്പോൾ ധാരാളം ക്വാണ്ടിറ്റിയിൽ ഹോസ്പിറ്റലിൽ നല്ല മെറ്റീരിയൽസോടുകൂടി തന്നെ എന്താണ് അതിന്റെ സ്റ്റോറേജസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ആവശ്യാനുസരണം ഏതേത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേണമെന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് അത് പ്രൊവൈഡ് ചെയ്യപ്പെടും. ഓക്കെ, എല്ലാവരും എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കണം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഒന്നുകൂടി ഒന്ന് പറയാമോ? Some of the main functions of laundry services ഇതൊക്കെയാണ്: to collect or receive soiled and infected linen from different places. ഡിഫറെന്റ് പ്ലേസസിൽ നിന്നും സോളിഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഡ്രസ്സസുകള്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസുകള് കളക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകള് സോർട്ട് ചെയ്യണം, സ്മൂസിങ് ചെയ്യണം, ഡിസിൻഫെക്റ്റിംഗ് ചെയ്യണം, വാഷ് ചെയ്യാം, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ഓക്കെ, then third, to inspect and repair damaged materials and replace them. എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ എന്താണ് അതോടനടി റീപ്ലേസ് ചെയ്യേണ്ടതാണ്. പിന്നെന്താണ്? ടു ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ ടു റെസ്പെക്ടീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യാനുസരണം എന്താണ് ക്ലോത്ത്സുകൾ, ലിനൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. പിന്നെന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഇൻവെന്ററീസുകൾ അല്ലെ, ആ ചെക്ക് ലിസ്റ്റുകള് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ റിട്ടേൺ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രത്യേക രജിസ്റ്റേഴ്സുകൾ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ഓക്കെ, ഫങ്ഷൻസ് ക്ലിയർ ആണോ? യെസ്, നമുക്കിനെ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ എന്ന് നോക്കാം കേട്ടോ. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഇതിൽ നോക്കാതെ എന്ന് പറഞ്ഞ് എവിടെയായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്? ഗ്രൗണ്ട് ഫ്ലോറിലാണോ? ഇവിടെയാണ്. The laundry should be located in an area that has a sufficient daylight and natural ventilation. ഇത് പ്രത്യേകമായിട്ട് എങ്ങനെയുള്ള ഒരു ഏരിയാസ് ആയിരിക്കും? സഫിഷ്യന്റ് ആയിട്ട് ഡേലൈറ്റും നാച്ചുറൽ വെന്റിലേഷനും കിട്ടുന്ന ഒരു പ്ലേസസിലായിരിക്കും എന്ത് ലോണ്ടറി സർവീസസിന്റെ ലൊക്കേഷൻ വരുന്നത്. പ്രത്യേകിച്ചും ഗ്രൗണ്ട് ഫ്ലോറിലാണോ? ഗ്രൗണ്ട് ഫ്ലോറിലാണോ? യെസ്, അതായത് ആവശ്യത്തിന് വായുസഞ്ചാരവും പ്രകൃതിദത്തമായിട്ടുള്ള വെളിച്ചവും ലഭിക്കുന്ന സ്ഥലത്തായിരിക്കും എന്ത് ഈ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, typically these should be on the ground floor of an isolated building situated next to or adjacent to the water and power plant away from the main service area. എന്താണ് അപ്പൊ എവിടെയായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് അത് അല്ലെ. ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും ഒരു ബിൽഡിംഗ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്തായിരിക്കും? വാട്ടർ സപ്ലൈയും പവർ സപ്ലൈക്ക് എന്തായിരിക്കും? തൊട്ടടുത്ത് തന്നെ ആയിരിക്കും അല്ലെ. പ്രത്യേകമായിട്ട് എന്താണ്? വാട്ടർ സപ്ലൈയും പവർ സപ്ലൈയും തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം ലോണ്ടറി സർവീസ് റൂമിന്റെ അടുത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ the department should be situated close to the elevators. ഡിപ്പാർട്ട്മെന്റ് പിന്നെ എവിടെയായിരിക്കണം? situated close to the elevators and must permit easy movement of linen to different areas. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എലവേറ്റേഴ്സിന്റെ ലിഫ്റ്റിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് ലിനൻ ടു ഡിഫറെന്റ് ഏരിയാസ് അല്ലെ. എല്ലാ ഏരിയാസിലേക്കും എത്രയും പെട്ടെന്ന് ലിനൻസ് അല്ലെ തുണിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എലവേറ്റേഴ്സിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ്
laundry services in the room set easy moment to make it. Okay, easy to move. Hospital laundry manages specialty items and tasks which mainly include disinfection and infection control of normally stained linens as well as infected linens. Hospital laundry എന്താണ് മാനേജ് ചെയ്യുന്നത്? പ്രത്യേക ഇനങ്ങളും ടാസ്കുകളാണോ ശരിക്കും പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെ? Special items and tasks which mainly include disinfection and infection control of normally stained linens. Disinfection and infection എന്ന് പറഞ്ഞ എന്താണ്? Disinfection and infection എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ? പ്രധാനമായൊരു പ്രോസസ്സ് നടക്കുന്ന എന്താണ്? അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് അല്ലെ? ഡിസിൻഫെക്ട് ചെയ്യുക എന്നൊരു പ്രോസസ്സാണ്, അവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലിനൻ സർവീസസിൽ നടക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്? നോർമലി സ്റ്റെയിൻഡ് ആൻഡ് ലിനൻ ആസ് വെൽ ആസ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസിൻഫെക്ട് ചെയ്തിട്ടാണ് ഓരോ ബോക്സുകളും അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഓക്കെ, there should be separate infection areas from the reception areas. എന്താണ്? There should be separate infection areas from the reception area. There should be separate infection areas from the reception areas. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പറയുന്നത്? റിസപ്ഷന് തൊട്ടടുത്ത് തന്നെ ആയിരിക്കുമോ? സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻഫെക്ഷൻ ഏരിയാസ് ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ? സെപ്പറേറ്റഡ് ആയിട്ടൊരു ഇൻഫെക്ഷൻ ഏരിയാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഫ്രം ദ റിസപ്ഷൻ ഏരിയ, സ്വീകരണ സ്ഥലത്തിൽ നിന്ന് പ്രത്യേക അനുഭാഗമുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, then there should be a sufficient power, sufficient quantity of steam as well as a correct temperature. പിന്നെന്താണ്? ഇവിടെ എങ്ങനെയുള്ള ഒരു പ്ലേസ് ആയിരിക്കണം? ഒരു സെപ്പറേറ്റഡ് ഇൻഫെക്റ്റഡ് ഏരിയാസ് ഉണ്ടായിരിക്കുകയും വേണം. അത് എങ്ങനെയുള്ളതായിരിക്കണം? അതിന് ശരിയായ നീരാവി, അതായത് കൃത്യമായ ടെമ്പറേച്ചർ, നല്ലൊരു താപനിലയിൽ ഉണ്ടായിരിക്കും. സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയും പവറും ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും എവിടെ ഉണ്ടാവേണ്ടത്? ഈ ലോണ്ടറി സർവീസസ് ഏരിയാസിൽ ഉണ്ടാകേണ്ടത്. ഓക്കെ, നല്ല ടെമ്പറേച്ചറും ആവശ്യത്തിന് എന്താണ് പവറും ഉണ്ടായിരിക്കണം, ആവശ്യമായിട്ടുള്ള ഒരു വായുസഞ്ചാരം ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ എന്താണ് കൃത്യമായ ഒരു താപനിലയും ആയിരിക്കണം അതിന് ലൊക്കേഷൻ വരുന്നത് അല്ലെ? ഓക്കെ, ശരിയായ താപനിലയും ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ലൊക്കേഷൻ വരുന്നത് ലോണ്ടറി സർവീസസിന്റെ? Laundry should be located in an area that sufficient daylight and natural ventilation. എങ്ങനെയുള്ള ഒരു പ്ലേസ് ആയിരിക്കണം? ആവശ്യത്തിന് പകൽ വെളിച്ചവും അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള വായുസഞ്ചാരവും ഉള്ള ഒരു പ്ലേസ് ആയിരിക്കണം എന്ത്? ലോണ്ടറി സർവീസസിന്റെ റൂം എന്ന് പറയുന്നത് അല്ലെ? മോർ ഡേലൈറ്റ് അവിടെ കിട്ടിയിരിക്കണം. ടിപ്പിക്കലി ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഫ്രം എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കണം? സിറ്റുവേറ്റഡ് ടു ഓർ അഡ്ജസ്റ്റഡ് ടു ദ വാട്ടർ പവർ പ്ലാന്റ് ആൻഡ് അവേ ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. പവർ സപ്ലൈയുടെ അടുത്തും അതുപോലെ തന്നെ വാട്ടർ സപ്ലൈയുടെ അടുത്തും തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെന്താണ് പറയുന്നത്? The department should be situated close to the elevators and must permit easy movement. ഡിപ്പാർട്ട്മെന്റ് എലവേറ്റേഴ്സിന് തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ലിനൻസ് ലിഫ്റ്റ് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊണ്ടുപോകും. ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ലിഫ്റ്റിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ hospital laundry manages special items tasks which mainly include disinfection and infection control of normal stained linens as well as infected.
മെയിൻ ലൗണ്ടറി സർവീസിന്റെ മെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തരത്തിലുള്ള ഐറ്റംസും ടാസ്കുകളും അവർ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് എന്താണ്? ഡിസ്ഇൻഫെക്ഷൻ ആണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അണുവിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം എന്താണ്? മുക്തമാക്കിയ വസ്തുക്കളെ സ്റ്റെയിൻ ചെയ്ത് ഇൻഫെക്റ്റഡ് ആക്കി മാറ്റുന്നു. എന്താണ്? ഡിസ്ഇൻഫെക്റ്റഡ് ആക്കി മാറ്റുന്നു. Then there should be a separate infection area from reception area. Reception area നിന്നും എന്താണ്? ഒരു separate infection areas ഉണ്ടായിരിക്കുന്നതാണ്. Then there should be a sufficient power, sufficient quantity of steam as well as a correct temperature. പിന്നെ എന്താണ്? ആവശ്യത്തിന് പവറും ആവശ്യത്തിന് എന്താണ്? സ്റ്റീമിനോട് ഉദ്ദേശിക്കുന്നതാണ് വായുസഞ്ചാരം. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു താപനിലയുള്ള ഒരു ലൊക്കേഷനുമായിരിക്കണം എവിടെ വേണ്ടത്? ലൗണ്ടറി ആൻഡ് സർവീസസിന്റെ ആ ഒരു ലൊക്കേഷൻ വരേണ്ടത്. ഓക്കെ, അതിന്റെ ഡിസൈൻ വരേണ്ടത്. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടം വരെ എടുത്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ലൊക്കേഷൻ വരെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഇത് എടുക്കണോ? ഇനി ഫെസിലിറ്റീസ് കൂടി പറയണോ? 3 നോന്നാണോ ഇതിന്? വെറുതെ പറഞ്ഞു പോവാം. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് ഫോർ ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. എന്തൊക്കെ ആവശ്യകതകളും ഫെസിലിറ്റീസും ആണ് ഈ സർവീസസിൽ ഉൾപ്പെടുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്? ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിലെ ബേസിക് ആവശ്യകതകൾ എന്തൊക്കെയാണ്? അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഡീകണ്ടാമിനേഷൻ ഏരിയ, സ്ലൂസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. ആദ്യത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഡീകണ്ടാമിനേഷൻ ഏരിയ, സ്ലൂസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. അണുമുക്തമാക്കുന്ന ഒരു പ്രോസസ്സാണ് മെയിൻ ആയിട്ട് അവിടെ നടക്കുന്നത് അല്ലെ? ഡിസ്ഇൻഫെക്ട് ചെയ്യുക, ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്ലൂസിംഗ് കഴുകുക, ഡിസ്ഇൻഫെക്ട് ചെയ്യുക, എന്താണ്? അണു നശീകരിക്കുക. യെസ്, അണുമുക്തമാക്കുന്ന ഏരിയയാണ്. പിന്നെന്താണ്? ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഈ ഏരിയസിൽ പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്? സോയിൽ ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ ക്ലോസിൽ റിസീവ് ചെയ്യുന്നു, അതിനെ സ്റ്റോർ ചെയ്യുന്നു, ദെൻ സോർട്ട് ചെയ്തെടുക്കുന്നു, വാഷ് ലോഡ് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? വാഷ് ചെയ്തെടുത്ത് മാറ്റുന്നതാണ് എന്താ പ്രധാനമായിട്ട് ഈ ഏരിയസിൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. പിന്നെ എന്ത് ചെയ്യുന്നു? പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. അതായത് വാട്ടർ, പവർ എന്നിവയുടെ വിതരണത്തിനുള്ള എന്താണ്? പ്രൊവിഷൻസ് നേടുന്നു അല്ലെ? എന്തായാലും ആവശ്യത്തിനധികം എന്താണ്? വാട്ടർ സപ്ലൈയും പവർ സപ്ലൈ ആവശ്യമാണ് അല്ലെ? അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് എന്താണ്? നേടുന്നു. Then clean linen processing road. Clean linen processing road. എങ്ങനെയുള്ള ഒരു പ്രോസസ്സിംഗ് റൂമാണ് വേണ്ടത്? ക്ലീൻ ആയിട്ടുള്ള വളരെയധികം ശുചിത്വമുള്ള ഒരു ലിനൻ പ്രോസസ്സിംഗ് റൂം ആയിരിക്കണം ഉണ്ടാവേണ്ടത്. സ്റ്റാഫിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. സ്റ്റാഫ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, 5ാമത്തെ പോയിന്റ് വരെ നിർത്തുവാണ്. ഓർത്ത് വെക്കാട്ടോ, 5th പോയിന്റ് വരെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you, Miss. Thank you. Thank you, ma'am. ജസ്മിനി ഞാൻ നോക്കിയിട്ടില്ല. Thank you, ma'am. ഓക്കെ ഓക്കെ.